ഇത് നാം പരിശോധിക്കേണ്ടതുണ്ട്. ഇത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഇതിൽ യഥാർത്ഥത്തിൽ തന്നെ അവരെ അംഗീകരിക്കുന്ന നിലപാടാണ്, ഇഖ്വാൻ മുസ്ലിമൂൻ അംഗീകരിക്കുന്ന നിലപാടാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത് എന്നതാണ് വസ്തുത. തബ്ലീഗ് ജമാഅത്ത്, ഇഖ്വാൻ മുസ്ലിമൂൻ, സുന്നികൾ, ഷിയാക്കൾ തുടങ്ങിയ ഒട്ടേറെ സംഘടനകളും സൂഫി തരീഖത്തുകളും ഇന്ന് മുസ്ലിം ലോകത്ത് പ്രവർത്തിക്കുന്നു. അവയിൽ ഖുർആനെയും നബിചര്യയും പിന്തുടരുന്ന വിഭാഗമേത്? ഒന്നുകൂടി വായിക്കാം. ഇത് സൗദി അറേബ്യയിലെ ഫത്വ സമിതിയോട് ചോദിച്ച ചോദ്യമാണ്, അതിനുള്ള മറുപടിയുമാണ്. 6250 നമ്പർ ഫത്വയ്ക്കുള്ള ഫത്വയാണിത്. ചോദ്യം 6250 നമ്പർ ഫത്വയുടെ ചോദ്യമാണ്. ചോദ്യം ഒന്നുകൂടി വായിക്കട്ടെ. തബ്ലീഗ് ജമാഅത്ത്, ഇഖ്വാൻ മുസ്ലിമൂൻ, സുന്നികൾ, ഷിയാക്കൾ തുടങ്ങിയ ഒട്ടേറെ സംഘടനകളും സൂഫി ത്വരീഖത്തുകളും ഇന്ന് മുസ്ലിം ലോകത്ത് പ്രവർത്തിക്കുന്നു. അവയിൽ ഖുർആനെയും നബിചര്യയെയും പിന്തുടരുന്ന വിഭാഗം ഏത്? അതിൻ്റെ മറുപടി, ഇവയിൽ സത്യത്തോട് ഏറ്റവും അടുത്തതും സത്യത്തെ സ്വീകരിക്കുവാൻ തൽപരമായവർ അഹ്ലുൽ ഹദീസ്, അൻസാർ സുന്ന എന്നിവയും ഇഖ്വാൻ മുസ്ലിമൂനുമാണ്. അവരാണ് അഹ്ലുസ് സുന്നത്ത്. ചുരുക്കി പറഞ്ഞാൽ എല്ലാ സംഘടനകളിലും ശരിയും തെറ്റുമുണ്ട്. അവയോട് നല്ല കാര്യങ്ങൾ സഹകരിക്കുക, അവയ്ക്ക് ബാധിച്ച പിഴവുകളിൽ നിന്ന് നീ മാറി നിൽക്കുകയും ചെയ്യുക. പുണ്യത്തിലും നന്മയിലുമാണല്ലോ സഹകരിക്കേണ്ടത്. ഇതാണ് ഫത്വ. ഇത് സൗദി അറേബ്യയുടെ വിഭാഗം നൽകിയ ഫത്വ. ഇവിടെ എപ്രകാരമാണോ അൻസാർ സുന്ന അല്ലെങ്കിൽ സലഫികൾക്ക് എന്തൊരു പ്രാധാന്യമാണോ കൽപ്പിച്ചത്, അതേ പ്രാധാന്യമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഇഖ്വാൻ മുസ്ലിമൂന് നൽകിയത് എന്നർത്ഥം. എന്ന് മാത്രമല്ല, കേരള നേതൃത്വ മുജാഹിദീൻ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന അവിടെ ഖുർആൻ പരിഭാഷയായ അമാനി മൗലവി തയ്യാറാക്കിയ ഖുർആൻ പരിഭാഷ, ആ ഖുർആൻ പരിഭാഷയിൽ ഒട്ടേറെ സ്ഥലങ്ങളിൽ സെയ്ദ് ഖുത്ബിനെ നിരന്തരം ഉദ്ധരിച്ചിട്ടില്ലേ? സെയ്ദ് ഖുത്ബ് വഴിവഴച്ച ആളാണെങ്കിൽ സെയ്ദ് ഖുത്ബിനെ ഈ വിധം ഉദ്ധരിക്കുമോ? എന്ന് മാത്രമല്ല, ഇഖ്വാൻ മുസ്ലിമൂൻ്റെ നേതാവായ ഡോക്ടർ മുസ്തഫ ഇസ്മായിയുടെ പുസ്തകം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിച്ച് അമാനി മൗലവിയല്ലേ? അസുന്നത്തു മക്കാനത്തു ഫി തശ്രീൽ ഇസ്ലാമി എന്ന ഗ്രന്ഥം അദ്ദേഹമല്ലേ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത്? ഇഖ്വാൻ മുസ്ലിമൂൻ്റെ നേതാവല്ലേ മുസ്തഫ ഇസ്മായി? ഇഖ്വാൻ മുസ്ലിമൂനും സെയ്ദ് ഖുത്ബും ഹസൻ ബന്നയും പഠിച്ചവരാണെങ്കിൽ അവരുടെ ഗ്രന്ഥമാണോ മലയാളത്തിലേക്ക് പ്രസിദ്ധീകരിക്കേണ്ടത്, വിതരണം ചെയ്യേണ്ടത്? സെയ്ദ് ഖുത്ബ് വഴിവഴച്ച ആളാണ്. അദ്ദേഹം അൽ-അദാലത്തുൽ ഇജ്തിമാഇയ്യ ഫിൽ ഇസ്ലാം എഴുതിയ, ഇസ്ലാമിലെ സാമൂഹ്യ നീതി എഴുതിയ വഴിവഴച്ച മനുഷ്യനാണെങ്കിൽ അദ്ദേഹത്തെയാണ്, അദ്ദേഹത്തിൻ്റെ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥത്തിനാണ് ഉദ്ധരിക്കേണ്ടത്. അദ്ദേഹത്തെ എത്ര പ്രശംസയോടുകൂടിയാണ് യഥാർത്ഥത്തിൽ അമാനി മൗലവി അദ്ദേഹത്തിൻ്റെ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ പല സ്ഥലത്തും എടുത്ത് ആദരവോടുകൂടി ഉദ്ധരിച്ചത്. ഷഹീദ് സെയ്ദ് ഖുത്ബിനെ കുറിച്ച് പ്രമുഖ മുജാഹിദ് നേതാക്കളായ PK മൂസ മൗലവി, A അലവി മൗലവി, മുഹമ്മദ് അമാനി മൗലവി എന്നിവർ തങ്ങളുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിൽ വ്യാഖ്യാനത്തിൽ ഇவ்விധം എഴുതുന്നു. പ്രധാനപ്പെട്ട പല ഇസ്ലാമിക ഗ്രന്ഥങ്ങളുടെയും കർത്താവ്, മികച്ച സാഹിത്യകാരൻ, ഈജിപ്തിലെ ഇസ്ലാമിക പ്രവർത്തകന്മാരുടെ മുൻപന്തിയിൽ നിലകൊള്ളുന്ന ഒരു പണ്ഡിത ശ്രേഷ്ഠൻ, പ്രസിദ്ധ സംഘടനയായ ഇഖ്വാൻ മുസ്ലിമൂൻ, മുസ്ലിം ബ്രദർഹുഡ് നേതാവ് എന്നിങ്ങനെ പല നിലക്കും വിഖ്യാതനാണ് അല്ലാമ സെയ്ദ് ഖുത്ബ് മർഹൂം. 30 ഭാഗങ്ങളിലായി അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു മഹൽ ഗ്രന്ഥമാണ് ഫീ ദിലാലിൽ ഖുർആൻ, ഖുർആൻ്റെ തണലുകളിൽ എന്ന പേരിൽ പ്രസിദ്ധമായ അദ്ദേഹത്തിൻ്റെ തഫ്സീർ. റസൂലും സ്വഹാബത്തും സ്വീകരിച്ചു വന്ന മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാതെ, ആധുനിക ഭ്രമമൊന്നും പിടിപെടാതെ, അദ്ദേഹത്തിൻ്റേതായ ഒരു പ്രത്യേക സാഹിത്യ ശൈലിയിൽ അത്യാകർഷവും ഹൃദയം കവരുന്നതുമായ പ്രതിപാദന രീതിയോടുകൂടി ഖുർആൻ്റെ ആശയവും അന്തസ്സാരങ്ങളും വരച്ച് കാണിക്കുന്ന ഒരു ആധുനിക ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥമത്രേ അത്. പ്രസിദ്ധീകരിക്കപ്പെട്ട ഉടനെ തന്നെ മുസ്ലിം ലോകത്ത് അത് പ്രസിദ്ധി നേടിക്കഴിഞ്ഞു. ഈജിപ്തിൽ നിന്ന് ഇസ്ലാമിനെ പിഴുതെറിഞ്ഞ് ഒരു ഭൗതിക രാഷ്ട്രം, അറബി ദേശീയത്വത്തിൻ്റെ പേരിൽ ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം കെട്ടിപ്പടുക്കുവാനുള്ള ശ്രമത്തിൽ അതിന് വിലങ്ങുതടിയായി കാണപ്പെടുന്ന ഇസ്ലാമിക മൂല്യങ്ങളുടെയും ഇസ്ലാമിക പ്രവർത്തകരുടെയും നേരെ എല്ലാത്തരം മൃഗീയ മർദ്ദനങ്ങളും അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന അബ്ദുൽ നാസറിൻ്റെ ഗവൺമെൻറ് മറ്റു പല ഇസ്ലാമിക പ്രവർത്തകരെയും എന്ന പോലെ 1966 ആഗസ്റ്റ് മാസാവസാനത്തിൽ ആ മഹാനെയും സഹോദരിയും വധിച്ചു കളഞ്ഞു. അള്ളാഹു അദ്ദേഹത്തിൻ്റെ മഹത്തായ സേവനങ്ങൾക്ക് തക്ക പ്രതിഫലം നൽകട്ടെ, ആമീൻ. പേജ് 821. ലോകപ്രശസ്തനായ ഈ മഹാപണ്ഡിതനെക്കുറിച്ചാണ് അദ്ദേഹം എഴുതിയ വിശ്വവിഖ്യാതമായ അൽ-അദാലത്തുൽ ഇജ്തിമാഇയ്യ ഫിൽ ഇസ്ലാം, ഇസ്ലാമിലെ സാമൂഹ്യ നീതി എന്ന പുസ്തകത്തെക്കുറിച്ചാണ് എൻ്റെ മുജാഹിദ് സുഹൃത്തുക്കൾ വളരെ തെറ്റായ നിലയിൽ ഇവിടെ പ്രചാരണം നടത്തുകയും അത് പ്രസിദ്ധീകരിച്ചതിൻ്റെ പേരിൽ ജമാഅത്തെ ഇസ്ലാമിയെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്യുന്നത് എന്നത് പ്രത്യേകം പ്രസ്താവ്യമാണ്. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ ഇപ്പോൾ മുജാഹിദ് സുഹൃത്തുക്കൾ, വിശേഷിച്ചും അവരുടെ മുജാഹിദുകളായ ചില തീവ്രവാദികളായ ആളുകൾ ഇപ്പോൾ
സെയ്ദ് ഖുത്ബിനെയും ഹസൻ ബന്നയെയും സെയ്ദ് മൗദൂദിയെയും ഒക്കെ ആക്ഷേപിക്കുവാൻ വേണ്ടി സ്വീകരിക്കുന്ന നിലപാട് തെറ്റാണെന്ന് മനസ്സാക്കേണ്ടതുണ്ട്. അത് തീർച്ചയായും ശരിയായ ഒരു രീതിയല്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. എന്താണ് യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ വിധം വിമർശിക്കുമ്പോൾ സ്വീകരിക്കുന്ന നിലപാട് എന്ന് നാം മനസ്സാക്കി കഴിഞ്ഞു. ഇവിടെ ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ അത്ഭുതമില്ല. എന്തുകൊണ്ട് അത്ഭുതമില്ല? ഇപ്പോൾ മുജാഹിദ് സുഹൃത്തുക്കൾ, നിങ്ങൾക്കറിയാം, മുജാഹിദ് സുഹൃത്തുക്കൾ കേരളത്തിൽ രണ്ടായി പിളർന്നപ്പോൾ അവർ സ്വീകരിച്ച നിലപാട് എന്താണ്? ജമാഅത്തെ ഇസ്ലാമി പിഴച്ചു, ജമാഅത്ത് ഇസ്ലാമിക്ക് തൗഹീദിൽ പിഴച്ചു, അവർ വഹിച്ചു വരിക്കുന്നു, ഇസ്ലാമിൻ്റെ ശത്രുക്കളാണ് എന്നെല്ലാമാണല്ലോ പറഞ്ഞു നടക്കുന്നത്. അങ്ങനെ പറഞ്ഞു നടക്കുന്ന കക്ഷി രണ്ടായി പിളർന്നതിൽ ജമാഅത്ത് ഇസ്ലാമിക്ക് എന്തായാലും ഒരു പങ്കില്ലല്ലോ. പിളർന്ന ശേഷം അവർ ഇപ്പോൾ പള്ളികൾക്ക് വേണ്ടി തല്ലുകൂടുന്നു, പള്ളികൾ പൂട്ടിക്കുന്നു, ക്രിമിനൽ കേസുണ്ടാക്കുന്നു, കോടതിയെ സമീപിക്കുന്നു. മാത്രമല്ല അവർക്കിടയിൽ പരസ്പരം വിമർശിക്കുവാൻ വേണ്ടി എഴുതിയ പുസ്തകമാണിത്. 16 പുസ്തകം ഇതുതന്നെയുണ്ട്. അഥവാ എൻ്റെ കയ്യിൽ തന്നെ 2 കക്ഷികൾ പരസ്പരം വിമർശിക്കുവാൻ വേണ്ടി എഴുതിയ 16 പുസ്തകങ്ങളുണ്ട്. ഇതൊന്നുപോലും മറ്റൊന്നല്ല, ഇതൊന്നാണ്. ഇതാണ് മറ്റൊന്ന്, ഇതാണ് മൂന്നാമത്തെ മറ്റൊരു പുസ്തകം, ഇതാണ് 4ാമത്തെ വേറൊരു പുസ്തകം, ഇതാണ് ജിന്ന് സേവയുള്ള 5ാമത്തെ പുസ്തകം, ഇതാ 6ാമത്തെ പുസ്തകം, ഇതാ 7, ഇതാ 8, ഇതാ 9, ഇതാ 10, ഇതാ 11 മരന്നടൽ, ഇതാ 12 സെൽഫി മൻഹജ്, ഇതാ 13, ഇതാ 14, ഇതാ 15, ഇതാ 16. എൻ്റെ വശം മാത്രം മുജാഹിദുകൾ രണ്ടായി പിളർന്നപ്പോൾ അവർ പരസ്പരം വിമർശിക്കുവാൻ വേണ്ടി എഴുതിയ 16 പുസ്തകങ്ങളുണ്ട്. 16 പുസ്തകമുണ്ട് എന്നതല്ല പ്രശ്നം. ഇവർ പരസ്പരം ഇപ്പോൾ തെറ്റിയപ്പോൾ എന്തൊക്കെ പറയുന്നു എന്നതാണ്. കേരള നേതൃത്വത്തിൽ മുജാഹിദിൻ്റെ സംസ്ഥാന കൗൺസിൽ ചേർന്നപ്പോൾ സംസ്ഥാനത്തിലെ ഏറ്റവും പ്രമുഖനായ മുജാഹിദുകളുടെ നേതാവ് എറണാകുളത്ത് നിന്ന് ഗുണ്ടകളെ കൊണ്ടുവന്നു എന്നും അവർ വലിയ ഏലസ് കെട്ടിയവരായിരുന്നുവെന്നും അങ്ങനെ അവരെ കൊണ്ട് ഭീഷണിപ്പെടുത്തിയാണ് തനിക്ക് അനുകൂലമായി വോട്ട് ചെയ്യിച്ചതെന്നും അവിടെ നിന്ന് പോയപ്പോൾ വിദേശ മദ്യക്കുപ്പികളായിരുന്നു അവിടെയെന്നും ആ മദ്യക്കുപ്പികൾ എടുത്തു മാറ്റുകയായിരുന്നുവെന്നും ഇവർ ഈ പുസ്തകങ്ങളിൽ എഴുതിയിട്ടുണ്ട്. ഒന്നുകിൽ ആ സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ഒരു സാമാന്യ മുസ്ലിം പോലും ചിന്തിക്കാൻ പറ്റാത്തതാണ് ചെയ്തത്. നടന്നിട്ടില്ല എങ്കിൽ തങ്ങളുടെ സഹോദരങ്ങളെക്കുറിച്ച് ഇങ്ങനെ എഴുതാൻ മാത്രം ക്രൂരത കാണിക്കുന്നവരാണ് അവരോടൊപ്പം 35, 40, 50 കൊല്ലം കൂടെ പ്രവർത്തിച്ചവർ. രണ്ടായാലും പ്രശ്നം ഇവിടെ വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ജമാഅത്ത് ഇസ്ലാമിക്ക് ഇതിൽ അത്ഭുതമില്ല എന്ന് പറയാനുള്ള കാരണം അതാണ്. കഴിഞ്ഞ 10-40 കൊല്ലമായി ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കാൻ വേണ്ടി ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ച ആളുകൾ ഇപ്പോൾ രണ്ടായി പിരിഞ്ഞപ്പോൾ അവർ പറയുന്ന കാര്യം എന്താണ്? അവർ പറയുന്ന കാര്യത്തിൽ ഒന്ന് നിങ്ങൾ ഓർത്ത് നോക്കൂ. അവിടെ സംസ്ഥാന സമിതി പുളിക്കൽ വെച്ച് ചേർന്നപ്പോൾ തനിക്ക് അനുകൂലമായി ആളുകളെ വോട്ട് ചെയ്യിക്കാൻ വേണ്ടി എറണാകുളത്ത് നിന്ന് നൂരിഷ എന്ന ഒരാളുടെ ഗുണ്ടകളെ പുളിക്കലിലേക്ക് വരുത്തിയെന്നും ആ ഗുണ്ടകളെ അവിടെ താമസിപ്പിച്ചുവെന്നും അവിടെ കൈകളിൽ വലിയ ഏലസ് ഉണ്ടായിരുന്നുവെന്നും അവർ അവിടെ നിന്ന് കഴിഞ്ഞ് പിറ്റേന്ന് പോയപ്പോൾ അവിടെ വിദേശ മദ്യക്കുപ്പികളായിരുന്നുവെന്നും നിറഞ്ഞു നിൽക്കുന്ന ആ മദ്യക്കുപ്പികൾ എടുത്തുമാറ്റലായിരുന്നു മുജാഹിദ് പ്രവർത്തകന്മാരുടെ പണി എന്നുമാണ് എഴുതിയത്. ഒന്നുകിൽ ഇത് സംഭവിച്ചതാണെങ്കിൽ ഇതിനേക്കാൾ ഗുരുതരമായ കാര്യം എന്താണുള്ളത്? സംഭവിച്ചതല്ല എങ്കിൽ ഇങ്ങനെ തങ്ങളുടെ സുഹൃത്തുക്കളെക്കുറിച്ച് എഴുതാൻ ഇന്നലെ വരെ കൂടെ പ്രവർത്തിച്ചവർക്ക് തോന്നുമാറുള്ള ഒരു സംസ്കാരമല്ലേ, ഒരു സ്വഭാവമല്ലേ, ഒരു പെരുമാറ്റമല്ലേ, ഒരു രീതിയല്ലേ കഴിഞ്ഞ 10-40 കൊല്ലമായി കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം സ്വന്തം പ്രവർത്തകരെ ഇടയിൽ വളർത്തിയെടുത്തത് എന്ന് കൂടി ആലോചിക്കേണ്ടതുണ്ട്. ഇവിടെയാണ് യഥാർത്ഥത്തിൽ ജമാഅത്ത് ഇസ്ലാമി ഇത്തരം ആരോപണങ്ങൾക്ക് മറുപടി പറയുവാൻ സമയം ചെലവഴിക്കരുത് എന്ന് തീരുമാനിക്കാനും അത്തരം കാര്യങ്ങൾ പലപ്പോഴും മൗനം പാലിക്കാനുമുള്ള കാരണം ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് അവരുടെ പ്രവർത്തകർ സ്വർഗത്തിൽ പോകുന്നതിലാണ് ഒന്നാമത്തെ താല്പര്യം. അത് തീർച്ചയായും അവരുടെ പ്രവർത്തകന്മാരെ സ്വർഗാവകാശികളാക്കുക, അവരെ കുറ്റങ്ങളിൽ മുക്തമാക്കുക എന്നതാണ്. അതുകൊണ്ട് തെർബിയത്തിനും തസ്കിയത്തിനുമാണ് 1ാം സ്ഥാനം നൽകാറുള്ളത്. പിന്നെയാണത് സമൂഹത്തിൽ ഇസ്ലാമിൻ്റെ കാര്യം പറയാനും പ്രവർത്തനങ്ങൾക്കും സംസ്കരണത്തിനും വേണ്ടി ശ്രമിക്കാറുള്ളത്. ഇവിടെ നിങ്ങൾ ഓർത്തു നോക്കൂ, തമ്മിൽ തെറ്റിയപ്പോൾ പറയുന്നത് ഒന്ന് മദ്യം വിതരണം ചെയ്തു, അവസാനിച്ചില്ല. പിന്നെ പറയുന്നത് ജൂതന്മാരുടെ നിലപാട് സ്വീകരിക്കുന്ന ജൂതായുസത്തിൻ്റെ ആളുകളാണ് എന്നാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞത്. മറ്റൊന്ന് പറയുന്നത് ഈ മുനാഫിക്കുകളാണ്, നിഫാഖ് ചെയ്യുന്നവരാണ് എന്നാണ് പരസ്പരം ആരോപിച്ചത്. അവസാനിച്ചില്ല. മർഹൂം AV അബ്ദുറഹ്മാൻ ഹാജി സാഹിബ് ഉൾപ്പെടെയുള്ളവർ കോഴിക്കോട്ടെ മുജാഹിദ് സെൻറ്റർ ആക്രമിക്കാൻ വന്നു എന്ന് കള്ളക്കേസ് കൊടുത്ത കള്ളസത്യം ചെയ്യുന്ന ആളുകളാണ് എന്നാണ് ആരോപണം. ആ കേസ് ഇപ്പോഴും കോടതിയിലുണ്ട് എന്നാണ് ഇവർ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ഇവിടെ എന്താണ് സംഭവം? ഒന്നുകിൽ AV അബ്ദുറഹ്മാൻ ഹാജിയെ പോലെയുള്ള വന്യവയോധികനായ, അന്ന് മരിച്ചില്ലല്ലോ, അദ്ദേഹം മരണപ്പെട്ട് ഈ ലോകത്തോട് പറഞ്ഞ് അദ്ദേഹം മുജാഹിദ് സെൻറ്റർ ആക്രമിക്കാൻ ചെന്നു എന്നാണ്. അദ്ദേഹം മുജാഹിദ് സെൻറ്റർ ആക്രമിക്കാൻ ചെന്നു എന്ന് എനിക്കേതായാലും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ചെന്നു എങ്കിൽ അത് നിലനിൽക്കുന്ന സ്ഥാപനം ആക്രമിക്കാൻ അദ്ദേഹം ചെന്നു എങ്കിൽ അത് വലിയ തെറ്റല്ലേ? ചെന്നില്ല എങ്കിൽ അദ്ദേഹം ആക്രമിക്കാൻ ചെന്നു എന്നും ആക്രമിക്കാൻ ചെല്ലുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് കേസ് കൊടുത്തു എന്നും പറയുമ്പോൾ അതിന് വേണ്ടി സത്യം ചെയ്യുകയാണ്. കോടതി അങ്ങനെയാണല്ലോ, സത്യം
കള്ളം പറയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സത്യം ചെയ്തുകൊണ്ടാണല്ലോ യഥാർത്ഥത്തിൽ കോടതിയിൽ കൂട്ടിക്കയറേണ്ടത്. ഇതാണ് യഥാർത്ഥത്തിൽ ഇവർ തമ്മിൽ തെറ്റിയപ്പോൾ എന്തെല്ലാം ചെയ്തു. നിഫാഖ് ആരോപിച്ചു, ജൂദായിസം ആരോപിച്ചു, മദ്യവിതരണം ആരോപിച്ചു, കള്ളസാക്ഷ്യം ആരോപിച്ചു, കള്ളസത്യം ആരോപിച്ചു. ഇങ്ങനെ പരസ്പരം തെറ്റിയപ്പോൾ ചെയ്യുന്ന ഒരു സംഘടന ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകന്മാർ